സർക്കാരിന്റെ കൊല്ലം ജില്ലയിലെ ജില്ലാതല യോഗം ജനകീയ ഓഡിറ്റിംഗിന്റെ വേദി കൂടിയായി. 100 കണക്കിന് പേർ പങ്കെടുത്ത സംവാദത്തിൽ സർവ്വമേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. എല്ലാ പ്രദേശത്തും വികസനം എത്തണം, എല്ലാവരും വികസനത്തിന്റെ സ്വാദ് അറിയണമെന്നും മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. നവകേരള സൃഷ്ടി ഭാവിയിലെ കാര്യമല്ല, ഇപ്പോൾ തന്നെ നടപ്പിലാക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കശുവണ്ടി മത്സ്യമേഖലയിലെ നല്ല മാറ്റങ്ങളും ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുമായ നിർദ്ദേശങ്ങൾ കശുവണ്ടി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ലത്തീൻ സഭ വൈദികരും അവതരിപ്പിച്ചു. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ സ്കൂളുകളിൽ ക്ലാസ് വിടുന്നതിന് മുമ്പ് അസംബ്ലി ചേർന്ന് സ്കൂബ ഡാൻസ് കളിപ്പിച്ച് മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാൻ കർമ്മ പരിപാടി തയ്യാറായി വരുന്നുവെന്ന് മുഖ്യമന്ത്രി തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ലഹരി ഉപഭോക്താക്കളെ ശിക്ഷിക്കാനല്ല സർക്കാർ ലക്ഷ്യം, അവരെ ചികിത്സ നൽകി ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് വേണ്ടത്. ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കും. കാട്ടുപന്നികൾ ഇപ്പോൾ നാട്ടിലാണെന്നും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തീരമേഖലയിൽ പട്ടയം കിട്ടിയ മത്സ്യത്തൊഴിലാളികളും പുതിയ വീടുകൾ കിട്ടിയ എസ്റ്റേറ്റ് തൊഴിലാളികളും മുഖ്യമന്ത്രിക്ക് മൊമന്റോ നൽകി ആദരിച്ചു. പ്രളയകാലത്ത് ആടിനെ വിറ്റ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദ ഉമ്മ മുഖ്യമന്ത്രിയെ ചുവന്ന റോസാപ്പൂക്കൾ നൽകി തന്റെ നാട്ടിലേക്ക് സ്വീകരിച്ചു. കൊല്ലം ചെങ്കോട്ട ദേശീയപാത നിർമ്മാണത്തിന് GST ഒഴിവാക്കി. 300 കോടിയിലധികമാണ് സർക്കാരിന് ബാധ്യതയാവുക. ഡാമുകളിലെ എക്കലും ചെളിയും നീക്കം ചെയ്ത് സംഭരണശേഷി കൂട്ടണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. കുളത്തുപുഴയിലെ മണൽ വിൽപ്പന കേന്ദ്രം ഉടൻ പുനരാരംഭിക്കും. സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നില്ലെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ആഴക്കടലിലെ മണൽ ഖനനം ആശങ്കയോടെയാണ് സർക്കാർ കാണുന്നത്. ഇതിൽ പരമാവധി ഇടപെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാടില്ല. എല്ലാ പ്രദേശത്തും വികസനം എത്തണം, എല്ലാവരും വികസനത്തിന്റെ സ്വാദറിയണം. നവകേരള സൃഷ്ടി ഭാവിയിലെ കാര്യമല്ല, ഇപ്പോൾ തന്നെ നടപ്പിലാക്കേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി തന്റെ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.